പഴയന്നൂർ കർഷക സർവീസ് സഹകരണ ബാങ്ക് സഹകാരി സംഗമവും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കായിക പ്രതിഭകളെയും അനുമോദിക്കൽ ചടങ്ങിൻ്റെയും ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പഴയന്നൂർ പാരിഷ് ഹാളിൽ നടക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് പി.കെ. മുരളീധരൻ പറഞ്ഞു. മാനേജിംഗ് ഡയറക്ടർ പി. ശ്രീധരൻ, ഡയറക്ടർ പി. രവി കുമ്പളക്കോട് എന്നിവരും പത്രസമ്മേളനത്തിൽ സന്നിധരായിരുന്നു. പഴയന്നൂർ ഫാർമേഴ്സ് ബാങ്കിൻ്റെ സഹകാരി സംഗമം 2026 ഈ വരുന്ന വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സീനായ് പാരിഷ് ഹാളിൽ ബഹുമാനപ്പെട്ട യുവജന കായികക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് റോജേഷ് ജനീഷ് ഉദ്ഘാടനം ചെയ്ത് നടത്തപ്പെടുകയാണ്. നമ്മളെ ഉന്നത വിജയം നേടിയ പഴയന്നൂർ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതോടൊപ്പം നമ്മുടെ 24-25 വർഷത്തെ ലാഭം വിഹിതം വിതരണം ഉദ്ഘാടനം അടക്കം നടത്തപ്പെടുകയാണ്. അതിന് മുഴുവൻ സഹായ സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അത് കൂടുതലായി പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ പി.കെ. മുരളീധരൻ ക്ഷണിക്കുന്നു. MD പറഞ്ഞതുപോലെ നമ്മുടെ സഹകാരി സംഗമം കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ നമ്മുടെ ഇന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കെ നമ്മുടെ ബാങ്കിൻ്റെ സഹകാരി സംഗമം ഇതേ സ്ഥലത്ത് വെച്ച് വളരെ ഭംഗിയായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. അന്ന് നമുക്ക് 50 ലക്ഷം രൂപ അതുവരെയുള്ള ഡിവിഡൻഡ് നമ്മുടെ പഞ്ചായത്തിലെ സഹകാരികൾക്ക് അവിടെ വെച്ച് വിതരണം ചെയ്തു. ഈ വർഷവും നമ്മൾ ലാഭവിഹിതമായി നമുക്ക് ലഭ്യമായിട്ടുള്ള 23 ലക്ഷം രൂപ അതിൻ്റെ വിതരണം കൂടി ഈ സംഗമത്തിൽ വെച്ച് നടത്തുകയാണ്. നമ്മുടെ ബഹുമാന്യനായ തൃശ്ശൂർ ജില്ലയുടെ മന്ത്രി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കേരളത്തിലെ യുവജനക്ഷേമ കായിക വകുപ്പ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ടി. ജനീഷ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും അവർക്ക് മൊമെൻ്റോ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു ക്യാഷ് അവാർഡ് വർഷം തോറും നമ്മൾ പഞ്ചായത്തിലെ മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വെച്ച് നമ്മൾ നൽകാറുണ്ട്. ഈ വർഷം നമ്മൾ അതിന് വിഭിന്നമായിട്ട് A+ കിട്ടിയ കുട്ടികൾ മാത്രമല്ല, A കിട്ടിയ 10 A ആണെങ്കിലും അവരെ കൂടി അംഗീകരിക്കാനും അവരെ അനുമോദിക്കാനും കൂടി നമ്മൾ ഈ കൊല്ലം മുതൽ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 115ഓളം വിദ്യാർത്ഥികൾ അതിൽ ഉൾപ്പെടും. അതിന് പുറമെ നമ്മുടെ കായിക രംഗത്ത് നമ്മുടെ പഞ്ചായത്തിന് അഭിമാനമായി വളർന്നു വരുന്ന കായിക പ്രേമികളെ കൂടി അനുമോദിക്കാൻ നമ്മൾ ഈ അവസരം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സീനായ് പാലസിൽ വെച്ച് നടത്തുന്ന ഈ പരിപാടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മൾ പരിപാടി നടത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് പലർക്കും സ്കൂളുകളൊക്കെ തുടങ്ങി ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഈ പരിപാടി വലിയ വിജയമാക്കാൻ നമ്മുടെ പഞ്ചായത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഏക ധനകാര്യ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ ഫാർമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ഈ പ്രദേശത്തെ മുഴുവൻ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും കച്ചവടക്കാർക്കുമൊക്കെ ആശാകേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് നമ്മുടെ. എല്ലാവർക്കും അറിയാം, നമുക്ക് സഹകരണ രംഗത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അഴിമതി ആരോപണങ്ങളും അഴിമതിയുമൊക്കെ നിത്യേന വാർത്താമാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായി തികച്ചും സംശുദ്ധമായ പ്രവർത്തനം കൊണ്ട് സഹകാരികളുടെ അഭിമാനമായി വളർന്നു വരുന്ന പഴയന്നൂർ സഹകരണ ബാങ്ക് ഏകദേശം 105 വർഷം പിന്നിടുന്ന ഒരു ബാങ്കാണ്.
നമ്മുടെ ചുറ്റും ഒരുപാട് കൊമേഴ്ഷ്യൽ ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഓരോ ദിവസവും നമ്മുടെ സഹകരണ സംഘം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വർഷത്തെ മാത്രമായിട്ടുള്ള നമ്മുടെ ഡിവിഡൻഡ് ഏകദേശം 10,053 ആളുകൾക്ക് 23 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങളാണ് അവിടെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ സഹകരണ പ്രസ്ഥാനം പല സ്ഥലങ്ങളിലും കരുവന്നൂർ ബാങ്ക് മുതൽ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വയനാട് ബാങ്കിലെ വരെയുള്ള അഴിമതികളും അവിടുത്തെ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ജയിലിലടയ്ക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും ഒരു തരത്തിലുള്ള ആശങ്കയുമില്ലാതെ നമ്മുടെ സഹകാരികൾക്കും ഡെപ്പോസിറ്റർമാർക്കും ബാങ്കിൽ വരാനും ഡെപ്പോസിറ്റ് നേടാനും കൊടുക്കാനും വാങ്ങാനും കഴിയും. നമുക്ക് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയും, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല ചുറ്റുപാടുമുള്ള ഒരുപാട് സഹകരണ സംഘങ്ങളുണ്ടെങ്കിലും ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങൾ മറ്റതൊക്കെ ഉണ്ടെങ്കിലും മറ്റ് പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകൾ പോലും അവരുടെ ആശാകേന്ദ്രമായി പഴയന്നൂർ ഫാർമേഴ്സ് ബാങ്കിനെ കാണുകയാണ്. ആ രീതിയിലുള്ള ഒരു വളർച്ചയും ഉയർച്ചയും ഒക്കെ നമ്മുടെ ബാങ്കിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തികച്ചും ജനോപകാരപ്രദമായ രീതിയിൽ സഹകാരിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയും അതിനനുയോജ്യമായ രീതിയിലുള്ള ജീവനക്കാരുമുള്ള രണ്ടു കൂട്ടരും വളരെ യോജിച്ച് സ്നേഹത്തോടെയും സഹവർത്തിത്തോടെയും പ്രവർത്തിച്ച് നെഹ്റു പറഞ്ഞതുപോലെ സമത്വത്തിന് സാഹോദര്യത്തിനും സഹകരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ നിലനിൽക്കുകയാണ്. അതിൻ്റെ നേട്ടം നമ്മൾ സാധാരണക്കാരായ സഹകാരികൾക്ക് നൽകുന്ന ഈ ചടങ്ങിൽ മുഴുവൻ സഹകാരി സുഹൃത്തുക്കളും നല്ലവരായ നാട്ടുകാരും പങ്കെടുക്കണം എന്ന വിനീതമായി അഭ്യർത്ഥിക്കുക. ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റർ, CCTV എവിടുന്ന് മേടിക്കണം, എവിടെ സർവീസ് ചെയ്യണമെന്ന സംശയത്തിലാണോ? ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോൾ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു? കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ്, ഡെസ്ക്ടോപ്പ് ആക്സസറീസ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ്, CCTV ഇൻസ്റ്റലേഷൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ്. ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ്, ഒറ്റപ്പാലം,